എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന രേഖ ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. രേഖ ചിത്രത്തിന്റെ ആദ്യ ഷോ നാളെ കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ 9:30 കൂടിയാണ്. ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 19 മിനിറ്റുമാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2025 ജനുവരി മാസത്തിൽ ഏറെ പ്രതീക്ഷയോടെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് രേഖ ചിത്രം. അഡ്വാൻസ് ബുക്കിംഗിൽ ചിത്രം മികച്ച ബുക്കിംഗ് ആണ് കേരള ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന 24 മണിക്കൂറുകൾ കൊണ്ട് ഏകദേശം 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. രേഖ ചിത്രത്തിന്റെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം 810 ഷോകളാണ് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസം ഓഡിയൻസായി ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 22,000-ൽ പരം ആൾക്കാരാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന രേഖ ചിത്രത്തിന്റെ ഇതുവരെയുള്ള കേരള ഫൈനൽ പ്രീസെയിൽ ഗ്രോസ് എന്ന് പറയുന്നത് 39 ലക്ഷം രൂപയാണ്. ജനുവരി 9 രാവിലെ 9:30 തുടങ്ങുന്ന ഷോ കഴിയുമ്പോൾ, ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ചൊരു അഭിപ്രായം നേടാൻ സാധിച്ചാൽ ചിത്രം മികച്ചൊരു ബുക്കിംഗിലേക്ക് പോകുമെന്നുള്ള ഉദാഹരണം തന്നെയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാണിച്ചു തരുന്നത്. കേരളത്തിൽ ചിത്രത്തിന് ഏറ്റവും മികച്ച ബുക്കിംഗ് കാണുന്നത് കൊച്ചി മേഖലയിൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് നാളെ രേഖ ചിത്രമെന്ന ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.